ഒരുപാട് നാളായിട്ടോ ഇന്ന് മാമൻ്റെ കൂടെയാണ്. അപ്പോൾ മാമനാണ് ഇന്ന് കൊണ്ടുവിടുന്നത്. ഇന്നിവിടെ നല്ല മഴയുണ്ടായിരുന്നു, ഇനി മഴക്കോളും ഉണ്ട്. അപ്പോൾ ഞാൻ കുടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മഴ നനയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഡാമൊക്കെ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കാട്ടാക്കട എത്തിയപ്പോൾ അവിടെ ഉദ്ഘാടനമായിരുന്നു പുതിയ ബസ്സിൻ്റെ. പിന്നെ ക്ലാസ്സിൽ വന്നതിന് ശേഷം എനിക്ക് കുറച്ച് നോട്ട് എഴുതാണ്ടായിരുന്നു, വീട്ടിൽ ഇരുന്ന് മടിയാ ഗൈസ് എഴുതാൻ. അങ്ങനെ അവിടെ ക്ലാസ്സിൽ പോയി ഇരുന്ന് എഴുതി. പിന്നെ ഇവിടെ ഉച്ചയ്ക്ക് ഫുഡ് ഞങ്ങളുടെ ക്യാൻറ്റീനിലുള്ളതാണ്. നമുക്കിത് റേറ്റ് വരുന്നത് 10 രൂപയാണ് ഒരു പ്ലേറ്റ്. പിന്നെ നമുക്ക് രണ്ടാമതും വാങ്ങിക്കാം. പിന്നെ നമ്മളെ ദീദി ആൻറ്റി കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദീപാവലി തിങ്കളാഴ്ചയാണ്, നമുക്ക് ലീവ് ആയതുകൊണ്ട് ഇന്നാട്ടോ ദീപാവലി ഫംഗ്ഷൻ. അപ്പം എല്ലാവരും അവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ആരൊക്കെ ഉണ്ടല്ലോ ചാടാൻ? അഭിഷേക് രാധികണ്ട് ഞാൻ ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് കോളേജിലായാലും സ്കൂളിലായാലും ഇങ്ങനെ ദീപാവലി ആഘോഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ഇയർ ഒന്നും ഞാൻ പോയില്ല ഗൈസ്, മടിച്ചായിരുന്നു ഞാൻ നേരെ വീട്ടിൽ പോയി ഉച്ചയ്ക്ക് ശേഷം. ഞാൻ ഇതിനൊന്നും നിന്നില്ല. ഇന്ന് പിന്നെ ഫ്രണ്ട്സ് എല്ലാം കൂടി നമുക്ക് ഇത് ഡാൻസൊക്കെ കളിച്ചിട്ട് പോവാമെന്നില്ലെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തി ഇവരെല്ലാം കൂടിയാണ് ഈ ഒരു മൊമെന്റ് എനിക്ക് തന്നത്. പിന്നെ ഞാൻ എന്താ വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ഇവിടെ പകുതി എത്തിയപ്പോൾ തന്നെ മഴ തുടങ്ങി, നല്ല മഴ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ ഇനി എപ്പോൾ എത്തുമെന്നൊന്നും അറിഞ്ഞില്ല. ഞാൻ അതുകൊണ്ട് മഴ ആയതുകൊണ്ട് ഷട്ടറും ക്ലോസ് ചെയ്ത് ഞാൻ കിടന്ന് ഉറങ്ങി ഗൈസ്. വീട് വരെ ഇനി കിടന്ന് ഉറങ്ങാം, ഇനി വീടെത്തിയിട്ട് കാണാം. വീടെത്തിയപ്പോൾ അനിയത്തി എത്തിയത് കൊണ്ടു അവരെ ശല്യം ചെയ്യല്. ഇറങ്ങി വാ, നമുക്ക് പോവാം. വാ, എണീറ്റ് വാ, അവർ പഠിക്കട്ടെ. കൊണ്ടു വാ, നമുക്ക് പോവാം. ചേച്ചിമാര് പഠിക്കട്ടെ. എണീറ്റ് വാ, എണീറ്റ് വാടാ. എടാ എണീറ്റ് വാ. കടി ഇറക്കി വിട്, ഇറക്കി വിട്. വാ, നമുക്ക് പോവാൻ. കൊണ്ടു ഗുണ്ടുവേ ഇവിടെ വരാൻ. ഗുണ്ടു ഇങ്ങോട്ട് വാ. കൊണ്ടുവാ, നമുക്ക് പോവാം. ഒരു ചേച്ചി പഠിക്കട്ടെ. ശരി ശരി, താഴെ പൊയ്ക്കോ, പൊയ്ക്കോ 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 പൊയ്ക്കോ.